കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട ദാരുണ സംഭവമുണ്ടായതിന് തൊട്ടടുത്ത ദിവസമാണ് ഞെട്ടിക്കുന്ന ഈ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നത്. തുടർച്ചയായി മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വേഗത്തിൽ ബസ് ഓടിക്കുന്ന സ്വകാര്യ ബസ് ഡ്രൈവറുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ കുറ്റിപ്പുറം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് അപകടകരമായി വാഹനം ഓടിച്ചതിന് ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇയാൾ ഓടിച്ചിരുന്ന ശാസ്ത ബസും കുറ്റിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഞായറാഴ്ച ഒരാളുടെ ദാരുണ മരണത്തിനിടയാക്കിയ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ മാറിയുള്ള സ്ഥലത്ത് വെച്ചാണ് ഇയാൾ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഒറ്റക്കൈയിൽ സ്റ്റിയറിംഗ് നിയന്ത്രിച്ച് അപകടകരമായി വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ബസ് ഡ്രൈവർക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ഇതേ ബസ്സിനെതിരെ സമൂഹ മാധ്യമത്തിൽ മുൻപും ഇത്തരത്തിൽ ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നതായി ഒരു യുവതി പോസ്റ്റ് ഇടുകയും ചെയ്തു. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സ്വകാര്യ ബസ് ഡ്രൈവർമാർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് പതിവ് സംഭവമാണെന്ന് പ്രദേശവാസികളും യാത്രക്കാരും ആരോപിക്കുന്നുണ്ട്. വലിയ അപകടങ്ങൾ നടന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം. നിങ്ങൾക്കും സ്വന്തമായി എന്തെങ്കിലും നേടണമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? വെറും 6 മാസം കൊണ്ട് ആരോഗ്യ മേഖലയിൽ ജോലി സ്വന്തമാക്കാം. അതിന് ഫീസ് ഒരു തടസ്സമേ ആകില്ല. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും നേരിട്ട് NIPMS അക്കാഡമിയുടെ ജോബ് ഓറിയന്റഡ് സ്കിൽ കോഴ്സായ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കാം. പഠിച്ചിറങ്ങിയ മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയതുകൊണ്ട് ജോബിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. +2 ഡിഗ്രി കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യും. നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി.